യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഗലാത്യർ 5:1. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. യോഹന്നാൻ 8:36. പ്രിയമുള്ളവരെ, ഇത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി ഗണിക്കരുതെന്ന് ഗലാത്യർ 5:13 സൂചിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഈ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായി ദൈവം നമുക്ക് തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 15:16 നമ്മൾ വായിക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം. നിന്റെ മുമ്പിൽ അഗ്നിയും ജലവും ഞാൻ വെച്ചിരിക്കുന്നു, ജീവനും മരണവും വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അതെ, വെളിപാട് പുസ്തകം പറയുന്നു, നീ ഒന്നെങ്കിൽ ചൂടുള്ളവനാകുക, അല്ലെങ്കിൽ തണുപ്പുള്ളവനാകുക. മന്ദോഷ്ണനായാൽ നിന്നെ വായിൽ നിന്ന് തുപ്പിക്കളയും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു, 1734, സ്വാതന്ത്ര്യം മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളുടെ ഉത്തരവാദിയാക്കുന്നു. അതുകൊണ്ട് ഒരു വ്യക്തി പാപത്തിൻ്റെ അടിമത്തത്തിൽ ആയാൽ അവർക്ക് സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാനോ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കുകയില്ല. സങ്കീർത്തനം 49:7 തിരുവചനം അത് വ്യക്തമാക്കുന്നു. നന്മയായി ചിന്തിക്കാൻ, മാതാപിതാക്കളെ അനുസരിക്കാൻ, നിഷ്കളങ്കമായി ചിന്തിക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ ഒന്നിനും കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു കെണിയാണ്, ഇത് വലിയൊരു വലയാണ്, സ്വയം രക്ഷപ്പെടാനാകാത്ത വല. നാം അറിയാതെ നമ്മെ സാത്താൻ അടിമപ്പെടുത്തുന്നു. കയറില്ലാതെ കെട്ടുന്ന കെട്ടാണിത്. പാപത്തിന് ഒത്തിരി സുഖമുണ്ടെന്ന് നമ്മോട് പറയാതെ പറയുന്ന അവൻ അവസാനം അതിന് തോരാത്ത കണ്ണീരുണ്ട് എന്ന് പറയുകയില്ല. അതാണ് അവൻ്റെ ചതി. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിനെന്ന അപ്പസ്തോലിക ഉദ്ബോധനത്തിൽ സൂചിപ്പിക്കുന്നു, ലൂസിഫർ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുകയും അവൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യുമ്പോൾ ആ ആനുകൂല്യങ്ങൾ വ്യാജവും വഞ്ചനാത്മകവും വിഷലിപ്തവുമാണെങ്കിൽ അത് എന്ത് നന്മയാണ്? സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിൻ്റെ ചില കെട്ടുകൾ നമ്മുടെ ഉള്ളിൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ സത്യത്തെ തടയുന്ന അനുഭവമായി നമ്മളറിയാതെ വേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം. അത് ദൗർബല്യമായി, അതെ, ലൈംഗിക ആസക്തിയുടെ ദൗർബല്യമായി, സമ്പത്തിൻ്റെ, അധികാരത്തിൻ്റെ ദൗർബല്യമായി നമ്മുടെ ശരീരത്തിൽ ഒരു ചാവേർ ബോംബ് പോലെ നമ്മളറിയാതെ നമ്മളെ കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് ആത്മീയതയുടെയും മറ്റ് സർവനാശത്തിൻ്റെയും സാഹചര്യം ഒരുക്കുമെന്ന വലിയ ബോധ്യത്തോടെ നമുക്ക് ആഴമായ പരിശോധന നടത്താം. സ്വാർത്ഥത സ്നേഹത്തിൻ്റെ ശത്രുതയാണ്. അഹങ്കാരം സ്വയം നാശത്തിലെത്തിക്കുന്ന അഹങ്കാരം, അലംഭാവം. യാക്കോബ് 4:17. നമ്മുടെ ജീവിതങ്ങളെ ആഴമായ വേര്, പാപത്തിൻ്റെ വേരുകളെ പരിശോധിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ഉപ്പിനുള്ളിൽ ഒരു ദാഹമുണ്ട്, ആസിഡിനുള്ളിൽ ഒരു പൊള്ളലുണ്ട്, ഫ്യൂരിഡാൻ്റെ ഉള്ളിൽ മരണമുണ്ട്, പാപത്തിൻ്റെ ഉള്ളിൽ സർവനാശമുണ്ട്. യോഹന്നാൻ 10:10. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് അവൻ വരുന്നത്. അതെ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കാൽവരിയിൽ അവൻ്റെ രക്തം കൊണ്ടും അവൻ്റെ ശരീരം കൊണ്ടും തിരുരക്തം കൊണ്ട് കോട്ട കെട്ടി നമ്മളെ പിശാചിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് പ്രതിരോധിച്ച് നിത്യതയിലെത്തിക്കുന്ന വലിയ മഹാരഹസ്യമായ തിരുസഭയിൽ നമുക്കാവശ്യമായ കൃപാവരങ്ങളുടെ സമ്പത്ത് മുഴുവനും അവൻ്റെ രക്ഷാകര സ്നേഹത്തിൻ്റെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. നമുക്ക് ഈ വലിയ കൃപയുടെ രഹസ്യത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ മനസ്സാക്ഷിയുടെയും നമ്മുടെ യുക്തിയുടെയും വിശ്വാസത്തിൻ്റെയും മേഖലകളെ ആഴമായി പരിശോധിച്ചുകൊണ്ട്
ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന വേരുകളിൽ കിടക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ തിരിച്ചറിഞ്ഞ് മോചനം നേടി യഥാർത്ഥ രക്ഷകനെയും നാഥനെയും നമ്മുടെ സംരക്ഷകനും പരിപാലകനും നിത്യതയിലെത്തിക്കുന്നവനെയും സ്വന്തം ഹൃദയത്തിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് അവന് വേണ്ടി ജീവിക്കുവാൻ കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങൾ മുഴുവനും കൃപാവരത്തിൻ്റെ നിറവിൽ അവിടുത്തെ ബലിയോട് ചേർത്ത് ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.